ഗിസാർഡ് എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. തിരുവനന്തപുരം സൈഡിലൊക്കെ മാങ്ങാണ്ടി എന്ന് പറയും, എറണാകുളം സൈഡിൽ കോഴിയുടെ വട്ട് എന്ന് പറയും, മലപ്പുറം സൈഡിലൊക്കെ കോഴിയുടെ കക്ക്, കോഴിപ്പെട്ടി അല്ലെങ്കിൽ കോഴിയുടെ ബോട്ടി എന്നെല്ലാം ഇതിന് പേര് പറയാറുണ്ട്. കോഴിയുടെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാമത്തെ ആമാശയം എന്നാണ് ഇതിന് വിളിക്കുന്ന പേര്. പലരും പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ക്യാൻസർ പോലെ കോഴിയുടെ വിഷവസ്തുക്കൾ വന്ന് സ്റ്റോർ ചെയ്യുന്നവയാണ് കഴിക്കരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ഭക്ഷണമാണ്. ഇത് വളരെ വില കുറവാണ്. നമുക്കൊരു 1 കിലോ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 50 രൂപ 60 രൂപയ്ക്ക് വരെ കിട്ടുകയും ചെയ്യും. ഇത് കാരണം ഇതിന് പലരും കോഴി ഇറച്ചി വാങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാതെ കളയുന്നതായതുകൊണ്ട് തന്നെ വില കുറച്ച് കിട്ടുകയും ചെയ്യും. വളരെ കട്ടിയുള്ള മസിലുകൾ ഇതിനകത്തുള്ളത് പോലെ ഉണ്ട്. തന്നെ നന്നായിട്ട് വേവിച്ചില്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും. ഇവ തോരനായിട്ട് അരിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ കറികളിൽ ചേർത്തിട്ടോ ഇവ നമുക്ക് കഴിക്കുകയും ചെയ്യാം. കോഴിയുടെ ഗിസാറിന്റെ ഗുണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 17 ഗ്രാം മുതൽ 25 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഒരു ഗിസാറിനകത്ത് ഏകദേശം 60-70 ഗ്രാമാണ് അതിന്റെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ